എല്ലാവരുടെയും പ്രശംസാ വിഷയം. 3 സ്ത്രീകൾ ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. അവർ ഓരോരുത്തരും തങ്ങളുടെ മരുമക്കളെ പ്രകീർത്തിച്ചുകൊണ്ടാണ് വരുന്നത്. ഒരു സ്ത്രീ പറഞ്ഞു, "എൻ്റെ മരുമകൾ വളരെ സുന്ദരിയാണ്. എല്ലാവരും അവളെ സൗന്ദര്യധാമം എന്നാണ് വിളിക്കുന്നത്." മറ്റൊരു സ്ത്രീ പറഞ്ഞു, "എൻ്റെ മരുമകൾ സുന്ദരി മാത്രമല്ല, ഒരു വലിയ കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥ കൂടിയാണ്." മൂന്നാമത്തെ സ്ത്രീ പറഞ്ഞു, "എൻ്റെ മരുമകൾ അത്ര വലിയ സുന്ദരിയൊന്നുമല്ല, ഒരു സാധാരണക്കാരി." ഇവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടുവരുമ്പോൾ ആദ്യ സ്ത്രീയുടെ മരുമകൾ അതുവഴി കടന്നുപോയി. വലിയ ഫാഷനബിൾ വസ്ത്രം ധരിച്ച അവൾ അമ്മായിയമ്മയെ കണ്ടതായി പോലും ഭാവിക്കാതെ ഗമയിൽ അങ്ങ് പോയി. രണ്ടാമത്തെ സ്ത്രീയുടെ മരുമകൾ ജോലി കഴിഞ്ഞ് കാറിൽ വീട്ടിലേക്ക് വരികയായിരുന്നു. അമ്മായിയമ്മയെ കണ്ട് ടാറ്റ കൊടുത്ത് കാർ ഡ്രൈവ് ചെയ്തു പോയി. അപ്പോൾ അതാ മൂന്നാമത്തെ സ്ത്രീയുടെ മരുമകൾ വരുന്നു. അവൾ ഓടി വന്ന് ഹായ് മാം എന്ന് പറഞ്ഞ് അമ്മായിയമ്മയുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ വാങ്ങി അവരെയും കൂട്ടി വീട്ടിലേക്ക് പോയി. ആദ്യ 2 സ്ത്രീകളും ഇത് കണ്ട് സ്തംഭിച്ചു നിന്നുപോയി. അപ്പോൾ ഇവരെ കണ്ട ഒരു വൃദ്ധ പറഞ്ഞു, "ജീവിതത്തിൻ്റെ മഹത്വം സൗന്ദര്യവും ജോലിയും ഒന്നുമല്ല, സ്നേഹവും കരുതലുമാണ്. സൗന്ദര്യവും ഉദ്യോഗവും സമ്പത്തുമെല്ലാം എല്ലാവരുടെയും പ്രശംസാ വിഷയമാണ്. സ്വന്തം മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഇങ്ങനെ സ്വയം പ്രശംസ നടത്തുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല പ്രാധാന്യമുള്ളതെന്ന് നാം പലപ്പോഴും മനസ്സിലാക്കാറില്ല. സൗന്ദര്യ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരൊക്കെ സൗന്ദര്യത്തിൻ്റെ വലിയ ആരാധകരാണ്. സ്വന്തം സൗന്ദര്യത്തിൽ മാത്രമല്ല, കുടുംബാംഗങ്ങളുടെ സൗന്ദര്യവും എല്ലാവർക്കും പ്രധാനമാണ്. ബ്യൂട്ടി പാർലറുകളിൽ പതിവായി പോകുന്നവർ ഇല്ലാത്ത സൗന്ദര്യം കൂടെ ഉണ്ടെന്ന് വരുത്തി മറ്റുള്ളവരുടെ മുൻപാകെ സ്വയം ഞെളിയുകയാണ്. അങ്ങനെയുള്ള സൗന്ദര്യധാമങ്ങൾക്ക് അത്രയും സൗന്ദര്യമില്ലാത്തവർ നിന്ദിതരാണ്. സമ്പത്തിൻ്റെ കാര്യത്തിലും സ്ഥിതി അതുതന്നെയാണ്. സമ്പന്നർക്ക് ദരിദ്രർ വിലയില്ലാത്തവരാണ്. ദരിദ്രവാസി എന്നൊക്കെ അവരെ വിളിക്കുന്നതിന് പോലും മടിയില്ലാത്തവരായിരുന്നു സമ്പന്നർ. എന്നാൽ ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവും ഒഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ വാടിപ്പോകുന്നവയാകുന്നുവെന്ന് മിക്കവരും ഗ്രഹിക്കാറില്ല. ജീവിതത്തിൽ വിലയും മഹത്വവും ഉള്ളത് സ്നേഹത്തിനാണ്. ശുശ്രൂഷാ മനോഭാവമാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യം. വിവാഹാലോചനകൾ നടക്കുമ്പോൾ സമ്പത്തും സൗന്ദര്യവും പ്രാധാന്യമുള്ളതായി എല്ലാവരും പരിഗണിക്കാറുണ്ട്. എന്നാൽ സ്നേഹവും ശുശ്രൂഷാഭാവവും പരിഗണിക്കുന്നവർ ചുരുക്കം. പലപ്പോഴും ധനവും സൗന്ദര്യവും ഇല്ലാതെയായി പോകുന്നത് എത്ര വേഗത്തിലാണെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്നാൽ യഥാർത്ഥ സ്നേഹവും അവരെ കരുതുന്ന സ്വഭാവവും ഹൃദയത്തിൻ്റെ ഭാവമാണ്. അവയൊരിക്കലും ഇല്ലാതെയാവില്ല. ധനത്തെക്കാളും സൗന്ദര്യത്തെക്കാളും സ്നേഹത്തിനും കാരുണ്യത്തിനും പ്രാധാന്യം നൽകുന്നവരായിരിക്കാൻ നമുക്ക് സാധിക്കണ്ടേ? അതിനായി നമുക്ക് ശ്രമിക്കാം.